ഹായ് ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞ 30-ാം തീയതി നടന്ന ഖാദി ബോർഡ് LDCയിലെ 10 മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റി ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 53, 61, 43, 91. ഇതിലേതാ ഒറ്റയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് പ്രൈം നമ്പർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വന്ന ചോദ്യമാണ്. 53 ഒരു പ്രൈം നമ്പറാണ്, 61 ഒരു പ്രൈം നമ്പറാണ്, 43 ഒരു പ്രൈം നമ്പറാണ്. അതായത് അഭാജ്യ സംഖ്യകൾ. കാര്യം അതിൻ്റെ ഒരു ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ സംഖ്യയും ഒന്ന് മാത്രമേ ഉണ്ടാവൂ. ഇതിൽ 91 എന്ന് പറയുന്നത്, 91 എന്ന് പറയുന്നത് ഒരു ഭാജ്യ സംഖ്യയാണ്. കാര്യം നമുക്ക് 91 എങ്ങനെ എഴുതാം? 7 × 13 എന്ന് എഴുതി കൂടെ? 7 × 13, 13 × 7 എത്ര? 3 7 21, ബാക്കി 2 1 9. ഓക്കെ, 7ഉം 13 ഒക്കെ ഇതിൻ്റെ എന്താണ് ഘടകങ്ങളാണ്. അപ്പോൾ 91 എന്ന് പറയുന്ന സംഗതി ഒരു ഭാജ്യസംഖ്യയാണ്. അതുകൊണ്ട് 91 അതിലെ ഓഡ്. നമുക്കറിയാം 90-ൻ്റെയും 100-ൻ്റെ ഇടയിലുള്ള പ്രൈം നമ്പർ ഏതാ? 97ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഒറ്റയാൻ ഏതാണ്? 91 ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, 11 ക്യൂബ് പ്ലസ് 20 സ്ക്വയർ മൈനസ് 3 ദ ഹോൾ റേസ് ടു 1/3. അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള ആദ്യം ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുകയാണ് വേണ്ടത്. ക്യൂബ് റൂട്ട്. ഓക്കെ, 11 ക്യൂബ് എന്ന് പറയുന്ന സംഗതി എത്രയാണ് വരിക? 11 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1331 പ്ലസ് 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരിക? 400 വരിക. 400 രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് വരും? 1 3 7 1 7 3 1. ഈ 1 7 3 1 എന്ത് കുറയ്ക്കണം? 3 കുറയ്ക്കണം. നമുക്ക് എന്ത് കിട്ടും? 1728. 1728ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1728ൻ്റെ ക്യൂബ് റൂട്ട് എത്ര? ക്യൂബ് റൂട്ട് ഓഫ് 1728 എന്ന് പറഞ്ഞാൽ എത്ര? 12 × 12 × 12 ആണത്. 12 × 12 എത്ര? 144. 144 12 × 12 144 × 12 എത്ര? 144 × 12 എത്ര? നോക്കൂ, 4 2 8, 4 2 8. 4 2 8. ഒരു 2 അതുപോലെ തന്നെ 1 4 4 1 4 4 1. 8 8 4 12, ബാക്കി 1 4 2 4 6 7 1728. അപ്പോൾ 12 ക്യൂബാണ് നമുക്കവിടെ ആൻസർ വരിക. 12 അത് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് 3, 8, 15, 24 എന്ന സംഖ്യാ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 3ൻ്റെ ഒപ്പം എന്ത് കൂട്ടിയപ്പോഴാണ് നമുക്ക്? 3 ഉണ്ട്, 8 ഉണ്ട്, 15 ഉണ്ട്, 24 ഉണ്ട്. അടുത്ത് എന്താണെന്ന് വരിക ചോദിച്ചിരിക്കുന്നത്? 3ൻ്റെ ഒപ്പം 3 3 5 അല്ലേ? 5ആണോ? എത്ര കൂടിയത്? 5 കൂടി. 5 കൂടി. 8ൻ്റെ ഒപ്പം എത്ര കൂടിയപ്പോഴാണ്? 7 കൂടി. അപ്പോൾ 5 7. അടുത്ത് എന്താ? 9 ഇക്കും കൂടി ഉണ്ടാവുക. 15 + 9 എത്ര? 15 + 9 24. ഇനി 24ൻ്റെ ഒപ്പം എത്ര കൂടണം? 5ഉം 7ഉം 9 2 വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ ഇവിടെ 5 7 9 11 കൂടണം. അപ്പോൾ 24 11 എത്ര? 24 + 11 35 ആയിരിക്കും ആൻസർ. ആൻസർ 35. ആൻസർ 35 ആയിരിക്കും. അപ്പോൾ ഒന്നുമില്ല, ആ ഡിഫറൻസ് നോക്കുക. അപ്പോൾ ആ ഡിഫറൻസ് 5 7 9 എന്നുള്ള ലെവലിലാണ് പോകുന്നത്. അടുത്ത് 11 ആയിരിക്കും. 11 എന്ന് പറയുന്ന സംഗതി നമ്മൾ 24 11 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 35 കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. രാജുവിന് 1-ാം പാദവാർഷിക പരീക്ഷയിൽ 62 മാർക്കും 2-ാം പാദവാർഷിക പരീക്ഷയിൽ 42 മാർക്കും കിട്ടി. വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 ആയിരിക്കും? അപ്പോൾ 3 പരീക്ഷകളുണ്ട്. ആ 3 പരീക്ഷകളുടെ ശരാശരി 60 കിട്ടണം. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? ശരാശരി 60 ആണെങ്കിൽ 3 പരീക്ഷ ടോട്ടൽ എത്രയായിരിക്കും? 60 × 3 എന്ന് പറയുന്നത് 180 ആണ്. ആദ്യത്തെ 2 പരീക്ഷയുടെ ടോട്ടൽ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 62 42. അപ്പോൾ 62 + 48 ചെയ്താൽ എത്ര കിട്ടുക? എത്ര ചെയ്ത് 8 2 10, ബാക്കി 1 6 4 10, 11 11 110. ഈ 150 110 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 70 കിട്ടും. ഈ 70 മാർക്ക് വാങ്ങണം ശരാശരി 60 കിട്ടണമെങ്കിൽ. ഒന്നുമില്ല, ശരാശരി 60 പറഞ്ഞിട്ട് അപ്പോൾ ടോട്ടൽ എത്ര? 60 × 3 180. ആദ്യത്തെ 2 പരീക്ഷയിലെ മാർക്ക് 62 42. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എത്രയാണ്? 110. ആ 150 110 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 70 കിട്ടും. 70 മാർക്ക് എപ്പോഴാണ്? വാർഷിക പരീക്ഷയിൽ 70 മാർക്ക് കിട്ടിയാൽ ശരാശരി 60 കിട്ടും. ക്ലിയർ ആണോ വിചാരിക്കുന്നു? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ട്രാവൽ ചെയ്തിട്ടോ. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. അപ്പോൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ യാത്ര സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് ഇത് 5 കിലോമീറ്റർ കേട്ടോ. അവിടെ നിന്ന് വലത്തോട്ട്. വലതെന്ന് പറഞ്ഞാൽ താഴേക്ക്. അവിടെ നിന്ന് വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. 3 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും ഇടത്തേക്ക്. അപ്പോൾ ഇവിടുന്ന് ഇടത്തേക്ക് എത്ര ഇടത്തേക്ക് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് വീണ്ടും ഇടത്തേക്ക് 3 കിലോമീറ്റർ. ഇവിടുന്ന് വീണ്ടും ഇടത്തേക്ക് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. 3 കിലോമീറ്റർ സഞ്ചരിച്ചു എങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ യാത്ര എത്ര വരെയാണ്? അപ്പോൾ ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് 5 ഉണ്ട്, ഈ ഒരു ഡിസ്റ്റൻസ് 4 ഉണ്ട്. ടോട്ടൽ 5 4 9 ആയിരിക്കും ആൻസർ. ആൻസർ 9 കിലോമീറ്റർ. 9 കിലോമീറ്റർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി 0.36 + ഇൻറ്റു 6.25
ഡിവൈഡ് ബൈ 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.06. അപ്പോൾ നോക്ക് ഇവിടെ മുകളിൽ എത്ര ദശാംശ സംഖ്യ ഉണ്ട്? ഓക്കെ, 2 2 4. താഴെയോ? താഴെ 1 2 2 4. മുകളിലും താഴെയും ഒരേ ദശാംശമാണെങ്കിൽ നമുക്ക് ഈ പോയിൻ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എങ്ങനെ എഴുതാം? 36 ഇൻറ്റു 625 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 5 ഇൻറ്റു 6 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ 6ഉം ഈ 6ഉം ക്യാൻസൽ ചെയ്ത് എത്രയും 6 6 എത്ര 6 6 36 6 തവണ ശരിയല്ലേ? 25 ഇവിടെ 25 ഉണ്ട്. ഓക്കെ, 5 ഇൻറ്റു 5 25 ഈ 25 ഈ 625 എത്ര തവണയാണ്? ഓക്കെ, 25 ഇൻറ്റു 25 625. അപ്പോൾ ഇവിടെ 25. ഓക്കെ, ഇനി 25 ഇൻറ്റു 6 ചെയ്താൽ എന്ത് വരും? 5 6 30, ബാക്കി 3 6 12 12 3 15 150 ആൻസർ. 150. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഒന്നുമില്ല, ആ ദശാംശ സംഖ്യ മുകളിലും താഴെയും ഈക്വലാണ്. അപ്പോൾ നമുക്ക് ആ ദശാംശങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് നേരിട്ട് ഇൻറ്റു ചെയ്യാം. 36 ഇൻറ്റു 625 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 5 ഇൻറ്റു 6 എന്ന് എഴുതാം. ഇത് കട്ട് ചെയ്തു, ഇവിടെ 6 വന്നു. ഈ 5 ഇൻറ്റു 25 25 625 25 തവണയാണ് 25 ഇൻറ്റു 6 വരും. 150 ആൻസർ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഓക്കെ 150 എന്ന് പറയുമ്പോൾ ഏതാ വരിക? ഓക്കെ, ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരിക. ക്ലിയർ ആണോ വിചാരിക്കുന്നു? അടുത്ത ചോദ്യം എന്താ വരിക? അടുത്ത ചോദ്യം എന്താണ്? ആനന്ദിൻ്റെ അച്ഛൻ്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും. ആനന്ദുണ്ട്. ഓക്കെ, ആനന്ദ് എന്ന് പറയുന്ന ആളുണ്ട്. ഓക്കെ, അദ്ദേഹം ഒരു ആണാണ്. ഓക്കെ, ആനന്ദിന് ഒരു അച്ഛനുണ്ട്. ആനന്ദിൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇതാണ് ആനന്ദിൻ്റെ അച്ഛൻ. അദ്ദേഹവും ഒരാണാണ്. ഓക്കെ, ആനന്ദിൻ്റെ അച്ഛൻ്റെ സഹോദരിയുമാണ് രാഖിയും രേണു. അപ്പോൾ ഒരു സഹോദരിമാരാണ് രാഖി അതുപോലെ തന്നെ രേണു, 2 സഹോദരിമാരാണ്. ഓക്കെ, രാഖിയും രേണുവും. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകൻ്റെ ഭാര്യയാണ് ആര്? ഈ നിഷ. അപ്പോൾ രാഖി രേണു ഒരു ആനന്ദിൻ്റെ അച്ഛൻ അപ്പോൾ 3 മക്കളാണ്. രാഖിയുടെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനന്ദിൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. അപ്പോൾ ഇവരുടെ 3 മക്കളാണത്. അതിലൊരാണാണ് ഈ അച്ഛൻ എന്ന് പറയുന്ന സംഗതി. അച്ഛൻ്റെ ഓക്കെ ഒരേ അമ്മയുടെ ഒരേ ഒരു മകൻ്റെ ഭാര്യയാണ് നിഷ. അപ്പോൾ ഈ നിഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിട്ട് വരും? നിഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനന്ദിൻ്റെ അച്ഛൻ്റെ ഓക്കെ അല്ലെങ്കിൽ ആനന്ദിൻ്റെ അമ്മയാണ്. അതായത് ആനന്ദിൻ്റെ അച്ഛൻ്റെ ഭാര്യ നിഷ. എന്താ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ നിഷയും ആനന്ദം തമ്മിലുള്ള ബന്ധം. നിഷയും ആനന്ദം തമ്മിലുള്ള ബന്ധം എന്താണ്? നിഷയുടെ മകനാണ് ആനന്ദ്. നിഷയുടെ മകനാണ് ആനന്ദ്. മകൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലിയർ ആണ് വിചാരിക്കുന്നു. ഒരു കോഡ് വേർഡിൽ ആപ്പിൾ എന്ന വാക്ക് ETTPI ഓക്കെ, അപ്പോൾ ആപ്പിൾ എന്നത് ETTPI എന്നുള്ള ലെവലിലാണ് എഴുതിയിരിക്കുന്നത്. ഓറഞ്ച് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓറഞ്ച്. അപ്പോൾ നോക്ക്, ആപ്പിൾ. ഓക്കെ, ആപ്പിൾ APPLE. ഓക്കെ, ആപ്പിൾ എന്നത് ETT. ഓക്കെ, ആപ്പിൾ എ എന്നുള്ളത് എന്തായിട്ട് മാറി? എ എന്നുള്ളത് ഓക്കെ എ 1 ആണ്. 1 എന്നുള്ളത് എന്തായിട്ട് മാറി? 1 എന്നുള്ളത് ഓക്കെ എന്തായിട്ട് മാറി? 5 എന്നായി മാറി. ഓക്കെ, അതുപോലെ തന്നെ പി എന്നുള്ളത് പി എന്ന് പറഞ്ഞാൽ 16 എന്നുള്ളത് 20 മാറി. ഓക്കെ, 16 ഉള്ളത് 20 മാറി. 4 വെച്ചിട്ടാണ് കൂടിയിരിക്കുന്നത്. 1 എന്നുള്ളത് എ എന്നുള്ള നമ്പർ 1 ആണ്, ഒന്നാം സ്ഥാനത്താണ്. ഓക്കെ, ഇ എന്നുള്ളത് 5ാം സ്ഥാനത്താണ്. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് +4 ആണ്. ഓക്കെ, ഇതാണ് കോഡിങ്. +4 വെച്ച് കൂട്ടിയെടുക്കുക ചെയ്യുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ ഒപ്പം +4 ആഡ് ചെയ്താൽ മതി. നമ്മൾ ORANGE ഓറഞ്ച്. O എന്ന് പറയുന്ന സംഗതി ഓക്കെ M 13 N 14 O 15 4 19. അപ്പോൾ ഓൻ്റെ ഒപ്പം 4 ആഡ് ചെയ്താൽ എസ് വരും. ആറിൻ്റെ ഒപ്പം ഓക്കെ 22 വരും. അതായത് SV. എയുടെ ഒപ്പം 4 ആഡ് ചെയ്താൽ ഇത് വരും. എയുടെ ഒപ്പം 4 ആഡ് ചെയ്താൽ SVE. എന്നിൻ്റെ ഒപ്പം 4 ആഡ് ചെയ്താൽ N 14 4 18. ഓക്കെ, 18 6 വരും. SVER അങ്ങനെ തുടങ്ങുന്ന കൂടുണ്ടോ? SVER. ഓക്കെ, SVER. ഓപ്ഷൻ എ ഫുള്ള് ചെയ്യണമെന്നില്ല. ഓക്കെ, SVER. അപ്പോൾ ഒന്നുമില്ല, ആപ്പിൾ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഈ എ എന്തായിട്ട് മാറി? ETTPI. ഇതിൻ്റെ ഒപ്പം എന്താ ആഡ് ചെയ്തപ്പോഴാണ് എല്ലാ മറ്റേ വേർഡിൻ്റെ ഒപ്പവും അല്ലെങ്കിൽ എല്ലാ അക്ഷരത്തിൻ്റെ ഒപ്പം 4 ആഡ് ചെയ്തു. 4 ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് അതിൻ്റെ കോഡ് നമുക്ക് മതി. അതേപോലെ ഓറഞ്ചിൻ്റെ ഒപ്പം 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വേർഡിൻ എന്താ പറയുക ഇതിൻ്റെ ഒപ്പം ലെറ്റേഴ്സിൻ്റെ ഒപ്പം 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന SVERKI ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ.
അടുത്ത ചോദ്യം 60 കിലോമീറ്റർ മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എടുക്കുന്ന സമയം നമുക്കറിയാം. ആ ജനറൽ ഇക്വേഷൻ ഇത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്ക് ടൈമാണ് കണ്ടത്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മീറ്ററിലും സ്പീഡ് എന്ന് പറയുന്നത് കിലോമീറ്ററിലും തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരേ യൂണിറ്റിലേക്ക് മാറ്റണം. ഡിസ്റ്റൻസ് എത്ര? 200. ഓക്കെ, 200 ഡിവൈഡ് ബൈ സ്പീഡ് ഈസ് ഈക്വൽ എത്ര? സ്പീഡ് 60 ആണ്. ഓക്കെ, 60 ഇൻറ്റു അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 60 ഇൻറ്റു 5/18 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് മുകളിലേക്ക് പോകും. ഈ 18 മുകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എന്ത് വരും? ഓക്കെ, നമുക്ക് എന്താ വരും? 200 ഇൻറ്റു എന്താ വരിക? നമുക്ക് വരിക ഓക്കെ 200 ഇൻറ്റു ഓക്കെ 200 ഇൻറ്റു അല്ലേ 200 ഇൻറ്റു 18 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 5 എന്ന് വരും. ശരിയല്ലേ? ഇതും ക്യാൻസലായി. ഇവിടെ 4 ഉണ്ട്. ഓക്കെ, 4 ഉണ്ട്. ഇവിടെ 3 ഉണ്ട്. നമുക്ക് 4 ഇൻറ്റു 3 12 സെക്കൻഡാണ് ആൻസർ. ഓക്കെ, 12 സെക്കൻഡാണ് അദ്ദേഹത്തിന് കടന്നു പോകും. 12 സെക്കൻഡ്. ഒന്നുമില്ല, ആ ജനറൽ ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ജനറൽ ഇക്വേഷൻ. അതിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 200 മീറ്റർ എന്നുണ്ട്. സ്പീഡ് നമുക്ക് 60 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. അതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അപ്പോൾ 60 ഇൻറ്റു 5/18. ആ 18 മുകളിലേക്ക് പോകും. ഓക്കെ, കട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ 4 തവണ, ഇവിടെ 3 തവണ. 4 ഇൻറ്റു 3 12 സെക്കൻഡാണ് ആൻസർ. 12 സെക്കൻഡാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആണ്. അടുത്ത 15 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. ചെറുഗോളങ്ങളുടെ ആരം എത്രയാണ്? നമുക്കറിയാം ഗോളം എന്ന് പറയുന്ന സംഗതി അതിൻ്റെ വോളിയം എന്ന് പറയുന്ന സംഗതി. ഓക്കെ, വോളിയം അത് ഉരുക്കിയാൽ വോളിയം മാറില്ല. വോളിയം എന്ന് സംഗതി 4/3 പൈ ആർ ക്യൂബോട് തന്നിട്ടുണ്ട്. എത്ര? 15 ആണ്. അപ്പോൾ 15 ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു ചെറുഗോളമാക്കിയിട്ടുണ്ട്. എത്ര? 27. അതിൻ്റെയും സെയിം ആയിരിക്കില്ലേ വോളിയം? 27 ഇൻറ്റു 4/3 പൈ ഇൻറ്റു ആർ ക്യൂബ്. ഈ ആർ ക്യൂബാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ള ടേംസ് നമുക്ക് കട്ട് ചെയ്യാം. ഈ 4/3 പൈ 4/3 പൈ കട്ട് ചെയ്തു. ബാക്കി എന്താ വരിക? ബാക്കി ഓക്കെ ആർ ക്യൂബ് അല്ലെങ്കിൽ 15 ക്യൂബ് ഈസ് ഈക്വൽ 27 ഇൻറ്റു ആർ ക്യൂബ് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, ആർ ക്യൂബ് എന്ന് പറയുന്ന സംഗതി ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം 15 ഇൻറ്റു 15 ഡിവൈഡ് ബൈ ഓക്കെ 27. ഓക്കെ, 27 എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ ആദ്യം 3 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ I 3 15 9 3 27. വീണ്ടും ഓക്കെ I 3 15 ഓക്കെ 3 9. ഓക്കെ, വീണ്ടും 5 5 25 എന്ന് വരും. 5 25 25 ഇൻറ്റു 5 125. ഓക്കെ, 125 ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു 125. ആർ ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 125 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ആൻസർ 5 ആണ് വരിക. 5 ഓപ്ഷൻ ബി ആണ് ആൻസർ. നമ്മൾ നോക്കിയത് 30-ാം തീയതി നടന്ന ഖാദി ബോർഡ് LDCയുമായി ബന്ധപ്പെട്ട ആ ചോദ്യപേപ്പറിലെ 10 മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണാം. താങ്ക്